ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചെയ്യുന്നത് നമ്മൾ ഒരു മാക്രോ ബട്ടൺ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. മാക്രോ ബട്ടൺ അല്ല, ഒരു സെൻസിറ്റിവിറ്റി ആപ്പ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അതിനകത്ത് മാക്രോ ബട്ടൺ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്നാലും ജസ്റ്റ് അത് യൂസ് ചെയ്യേണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ 100 ലൈക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തും ഡിലേ ഇല്ലാണ്ട് വീഡിയോട്ട് കിടക്കാം. ഫസ്റ്റ് ഈ ഒരു ആപ്പിൻ്റെ പേര് പറയുന്നത് ഇങ്ങനെ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്പിൻ്റെ പേര് ഇവിടെ നിന്ന് നോക്കുക. ഒരു ബ്ലൂ കളർ വന്നിട്ട് എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒന്ന് ഓപ്പൺ ആവുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് കാര്യങ്ങളൊന്നും അല്ല ഇത്. ഫുള്ള് ആപ്സ് പറയണം, ഫുള്ള് ബ്രസീൽ ആപ്പ് അതൊക്കെയാണ് വർക്ക് ആവത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് നിങ്ങൾ മേലൊരു ട്രിക്ക് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അന്ന് അലോ ആക്സസ് കൊടുക്കുക. അതിനുശേഷം ഫോണിനകത്ത് സെറ്റിങ്സ് കയറുക, ഓപ്പൺ ആയി വരുന്നതായിരിക്കും. എന്നിട്ട് ഓവർലേന്ന് കണ്ടാവും മറ്റേ മാക്രോ ബട്ടൺ ഫ്രീ ഫയറിനകത്ത് മേലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യമാണ് ഓണാക്കേണ്ടത്. ഇത് ഓണാക്കിയ ശേഷം ബാക്ക് അടിക്കുക. അതിന് ശേഷം താഴത്തെ സെൻസിറ്റിവിറ്റി കാര്യം ഉണ്ടാവും. സെൻസിറ്റിവിറ്റി ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിനകത്തൊരു പ്രശ്നം കൂടി, ഈ ആപ്പിനകത്ത് ആഡ്സ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു 5 സെക്കൻഡ് ആഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു ആഡ് മാത്രം കുറച്ച് ഡിലേ ഉള്ളൂ. ബാക്കിയുള്ള ആഡ്സൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തരുന്ന ആഡ്സ് ആയിരിക്കും, ഇങ്ങനത്തെ ആഡ്സ് അല്ല. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ മേക്കെന്ന് കൊടുക്കുക. മേക്ക് യുവർ സെൻസി പറഞ്ഞ് എടുക്കണം, ഒന്ന് മേക്ക് ചെയ്യുക. അപ്പോൾ 5 സെക്കൻഡ് ഇങ്ങനത്തെ ആഡ് ചെയ്തൊക്കെയാണെങ്കിൽ സിമ്പിളായി തീരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇത് കാണണ്ടാവും. അതുപോലെ തൊട്ട് താഴെ തന്നെ DP ഉണ്ടാവും, അതുപോലെ ഫയർ ബട്ടൺ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഓർത്തിട്ട് ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കിയാൽ മതി. ജനറേറ്റ് ചെയ്ത് വീണ്ടും കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആഡ് വന്നതിന് ശേഷം നിങ്ങൾ അതിൻ്റെ താഴത്തെ ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ അത് 0.5 വയ്ക്കുക. 0.5 വയ്ക്കുമ്പോൾ നിങ്ങളുടെ DPI കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതാണ്. എന്നിട്ട് ക്യാൻ മോഡിഫൈസ് ഇത് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DPI ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ലോ GB RAM കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2 GB അല്ല 3 GB 4 GB ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഹൈ DPI കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും സെറ്റായി. പിന്നെ ഫസ്റ്റ് നമുക്ക് ട്രിക്ക് ബട്ടൺ പറഞ്ഞ സാധനമുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു മാക്രോ ബട്ടൺ എന്ന് പറയുന്ന സാധനം. അത് ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്യണത് യൂസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ ID ബാൻ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കുറച്ച് നേരം ചോദിക്കുന്നത്. ID ഇഷ്യൂ ഒന്നും വരത്തില്ല. ഞാൻ എൻ്റെ മെയിൻ ID തന്നെ ഇത് യൂസ് ആക്കി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഇഷ്യൂ കാര്യങ്ങളും വരാൻ പോകുന്നില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഫോണിന് പറ്റിയ DPI ഫയർ ബട്ടൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ്. മാക്രോ ബട്ടൺ യൂസ് ചെയ്യുന്നോ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയത്തില്ല. എന്തായാലും ജസ്റ്റ് യൂസ് ചെയ്ത് അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ബട്ടൺ കാര്യങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സെൻസിറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഇത് ഫോണിൻ്റെ എൻ്റെ തീം ഇങ്ങനെ ആയിരുന്നില്ല, തീം ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ലൂഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അനിമി ഫാൻ ആയതോ അങ്ങനെ വെച്ചാൽ. അപ്പോൾ നമുക്ക് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. ഫ്രീ ഫയർ ഭയങ്കര ചെറുതായിട്ട് കാണുന്നതിൻ്റെ സൂം ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ മെയിൻ അക്കൗണ്ട് കാര്യങ്ങളിലൊക്കെ ലോഗിൻ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ID ബാൻ ഇഷ്യൂ ഉണ്ടോന്നില്ല ചെയ്യുന്ന ഡൗട്ടുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാലും ലോഡ് ആവണ നേരം കൊണ്ട് ജസ്റ്റ് ലൈക്ക് അടിക്കാത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനത് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് തന്നെ YT ധീരജ് 1X. ഓക്കെ, മെയിൻ ID തന്നെയാണ്, ബോട്ട് അക്കൗണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഒത്തിരി വിഷയം മാക്രോ യൂസ് ചെയ്തതിൽ അത്ര അറിയത്തൊന്നുമില്ല. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം യൂസ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അന്നേരം മന്ത്രി കാര്യങ്ങളൊക്കെ ക്ലെയിം അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ട്രെയിൻ ഗ്രൗണ്ട് ഇടാം. അതിനുശേഷം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ ബട്ടൻ്റെ സാധനം നേരെ കൊണ്ട് ഫയർ ബട്ടൺ മേലെ കൊണ്ട് വെക്കണം. പിന്നെ ഈ ആപ്പ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതെങ്ങനെ റിമൂവ് ചെയ്യണമെന്ന കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ഓക്കെ, അതുകൂടി ചെയ്തേക്ക്, ഇല്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയിട്ട് പറയരുത്. ഓക്കെ, എന്താണ് ഇപ്പം തന്നെ പറയുന്നത്. ഓക്കെ, സെൻസിറ്റിവിറ്റി ജസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഫയർ ബട്ടൻ്റെ സൈസിനനുസരിച്ച് വെക്കുക. ഫയർ ബട്ടൺ സൈസ്. ഓക്കെ, ഈ ഫയർ ബട്ടൺ അല്ല വെക്കേണ്ടത്. നേരത്തെ ഒരു ഫയർ ബട്ടണും സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നിട്ടുണ്ട് 170 സംതിങ് എങ്ങാണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. 117 ആണ്. പക്ഷേ ഞാൻ 171 ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ലോ ആയി കഴിഞ്ഞാൽ സ്ക്രീൻ തിരിയത്തില്ല. ഓക്കെ, അതിന് ശേഷം 121, 184 കാര്യങ്ങൾ. പിന്നെ 188 സ്നൈപ്പർ വന്നിട്ട് 174. അത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി എന്താ സെറ്റ് ചെയ്യേണ്ടത്, ഫയർ ബട്ടൺ സൈസ് കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യാനുണ്ട്.
അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ സെറ്റാകുന്നതായിരിക്കും. ഫയർ ബട്ടൺ വന്നിട്ട് 39 അങ്ങനെയാണ് സൈസ്. പക്ഷേ ഞാൻ ചെറിയ സെറ്റിങ്സിനകത്ത് കളിച്ചിട്ട് ഇതിനകത്ത് എനിക്ക് ഒത്തിരി കളിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്ത് 2-3 ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ നോക്കാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലോക്ക് എന്ന കാര്യം നിങ്ങൾക്ക് കാണാം. തൊട്ടടുത്ത് കപ്പാസിറ്റി കാണാം. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ഫോണിൻ്റെ ഐക്കണും കാണാൻ പറ്റുന്നതിന്. അപ്പോൾ ഇത് ഇത്രയും ഫയർ ബട്ടൺ കറക്റ്റ് സൈസ് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ഇത് കിട്ടുന്നുണ്ട്, FPS എത്ര കിട്ടുന്നുണ്ട്, അതുപോലെ ഡ്രൈവ് കാര്യങ്ങൾ, ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങൾ, FPS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് 2 അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എണ്ണേറ്റ് കയറുന്നുണ്ട്. യോമ്പിക്കാത്ത ലോങ്ങിന് കയറുന്നുണ്ട്. സ്കോപ്പോടെ അതിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതങ്ങനെ ഓഫാക്കാൻ നോക്കാം. ഞാനത് ഓഫാക്കാനൊന്നും ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോണിൽ റീബൂട്ട് ചെയ്യും. ഞാൻ റീബൂട്ട് ചെയ്ത് വന്നിട്ട് കൈ തട്ടി ഒരു ഓപ്ഷൻ ഓൺ ആയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് മിന്നിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പഴയ DPI, ഞാൻ നോർമൽ DPI എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഡിഫോൾട്ട് DPI വന്നിട്ട് 320 അത് ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഷോ വ്യൂ അപ്ഡേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഓണായി. അതുകൊണ്ടാണ് അവർക്ക് മിന്നിക്കത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതല്ലാണ്ട് ആപ്പിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ള. അപ്പോൾ എന്തായാലും ആപ്പ് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.